മാന്നാർ കൊലപാതക കേസിലെ മുഖ്യപ്രതി അനിൽകുമാറിനായി ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. അനിലിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ കോടതിയിൽ അപേക്ഷ നൽകി. കേസിൽ അനിലിന്റെ സുഹൃത്ത് നസീറിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. നസീറുമായി അനിൽകുമാർ നിരന്തരം ഫോണിൽ സംസാരിക്കുന്നുണ്ടെന്നാണ് CDR രേഖകൾ പറയുന്നത്. പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിലും അനിൽകുമാർ നസീറിനെ വിളിച്ചിരുന്നു എന്ന് മനസ്സിലാകുന്നു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അനിൽകുമാറിനെ ഏത് വിധേനയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമാക്കുന്നു പോലീസ്. മറ്റൊന്ന്, ഈ അനിലിൻ്റെ സൗഹൃദങ്ങളിലേക്ക് പോകുമ്പോൾ നസീർ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നസീറിനെ പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്തിനിടയിൽ പോലും അനിൽകുമാർ അയാളെ വിളിച്ചിരുന്നു എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. നസീറിന് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ കൂടുതൽ വ്യക്തതകൾ വരുമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. തീർച്ചയായിട്ടും മനു, ഇയാള് അതായത് നസീർ മാന്നാർ വന്നിട്ട് ഏതാണ്ട് 3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് തന്നെ ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്ന കാര്യം. അത്തരം ടെലിഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നസീറിനെ പോലീസ് കസ്റ്റഡിയെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുന്നതിനിടയിൽ വിദേശത്തു നിന്നും അനിലിന്റെ ഫോൺ നസീറിന് വന്നിരുന്നു. അതോടുകൂടി ഇവർ തമ്മിലുള്ള ബന്ധം പോലീസിന് വ്യക്തമായി. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് നസീറിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അനിൽ നാട്ടിൽ വന്നാൽ മാത്രമേ മൃതദേഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ലുക്കൌട്ട് നോട്ടീസും അതോടൊപ്പം തന്നെ അറസ്റ്റ് വാറണ്ട് അടക്കം അയച്ച് ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ ഇയാളുടെ മറ്റു ബന്ധങ്ങളും ചെറുപ്പകാലം തൊട്ടുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധങ്ങളും ഇദ്ദേഹത്തിന്റെ ജീവിത രീതികളും ഒക്കെ തന്നെ നേരത്തെ സ്പിരിറ്റ് ലോറിയിലടക്കം ഇദ്ദേഹം ഡ്രൈവറായിരുന്നു. ഇത്തരം ബന്ധങ്ങളൊക്കെ തന്നെ പോലീസ് വളരെ ഗൗരവത്തോടുകൂടി തന്നെ അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹം മറവ് ചെയ്തു എന്ന സുഹൃത്തുക്കളെ ധരിപ്പിച്ചിട്ട് ആ മൃതദേഹം എവിടെ നിന്ന് എങ്ങനെ മാറ്റി, ഇത്തരം കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകണമെങ്കിൽ അനിൽ ഇസ്രായേലിൽ നിന്ന് നാട്ടിൽ വന്നേ കഴിയുള്ളൂ. ഇപ്പോൾ അവിടെ അസുഖബാധിതനായി ചികിത്സയിലാണ് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ നാട്ടിലെത്തിയിരുന്നു. പക്ഷെ അതൊന്നും പോലീസ് കാര്യമായ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് പോലീസ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് അടക്കം അയച്ചുകൊണ്ട് ഇയാളെ നാട്ടിലെത്തിക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റുമായിട്ട് കേരള പോലീസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ശരി, ഷാജഹാൻ വിവരങ്ങൾ നൽകിയത് ആലപ്പുഴ.